അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീനെ പറ്റിയാണ് കേട്ടോ. എനിക്കങ്ങനെ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഞാൻ കുറേ നാളൊന്നും ആയിട്ടില്ല കേട്ടോ ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ തുടങ്ങിയിട്ട്. ആദ്യം ആ കൂടി ഒരു പൗഡർ മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അത് യൂസ് ചെയ്ത് സൺസ്ക്രീൻ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ തൊട്ട് ഞാൻ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അത് ഈ ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് ആണ് ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, സിറം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. സൺസ്ക്രീനൊക്കെ അപ്പം തൊട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് ചുണ്ടൊക്കെ പിഗ്മെൻറ്റഡ് ആയി. അത് വേറെ കാര്യം. കാരണം ഞാൻ റേറ്റ് കുറവിൻ്റെ ലിപ്സ്റ്റിക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ സ്ഥലങ്ങളിൽ നമുക്ക് 100 രൂപയ്ക്കും 200 രൂപയ്ക്കൊക്കെ ഇങ്ങനെ ബ്രാൻഡഡ് ആയിരിക്കില്ല, പിന്നെ ലോക്കൽ ലിപ്സ്റ്റിക്കൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ച് നല്ല ഷെയ്ഡൊക്കെ നോക്കി വാങ്ങിച്ച് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ഒരെണ്ണം കണ്ടാണ് നല്ല നല്ലൊരു വിലയുടെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. അതൊരു മാളിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അതാണെങ്കിൽ അവിടെ വെച്ചിട്ട് നോക്കിയപ്പോൾ നല്ല ഷെയ്ഡ്, എന്താ ഭംഗി. പക്ഷെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ യാതൊരു ബന്ധമില്ലാത്തൊരു ലിപ്സ്റ്റിക്കായിരുന്നു. അതായത് ഞാൻ ഇട്ടിട്ട് എനിക്ക് തന്നെ അയ്യേന്ന് തോന്നിപ്പോൾ. അത് എപ്പോഴും എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഒരു സ്മാരകം പോലെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് അറൗണ്ട് ഒരു 900 രൂപയും കണ്ട് അന്ന് വന്നു. അപ്പോൾ അത്രയും വിലയുടെ വാങ്ങിച്ചിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ ആ മാളിൽ വെച്ച് ഞാൻ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ഒരു ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ ബഡ്ജറ്റ്. അതിൽ സൺസ്ക്രീൻ മാത്രം ഇത്തിരി റേറ്റുകളാണ്, ബാക്കി രണ്ടെണ്ണം അണ്ടർ 300 റുപ്പീസാണ് കേട്ടോ. സൺസ്ക്രീൻ കുറച്ച് റേറ്റുള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ അങ്ങനെ വലിയ റേറ്റൊന്നുമില്ല, എന്നാലും ഒരു 400 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഇത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ റീപർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് പറയുക ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം വീഡിയോ വീട്ടിൽ കൊണ്ടുപോകണില്ല, സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് നോക്കാം. അപ്പോൾ ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അണ്ടർ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു 3 സ്റ്റെപ്പിൽ നമുക്ക് രാവിലെയും വൈകുന്നേരം 2 സ്റ്റെപ്പ് മതി. അതായത് ഒരെണ്ണം സൺസ്ക്രീൻ നമുക്ക് കട്ട് ചെയ്തിട്ട് രാവിലെ ഒരു 3 സ്റ്റെപ്പും AM PM റുട്ടീൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റണതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സംഭവം ഫേസ് വാഷ് യൂസ് ചെയ്യുക. പലരും സോപ്പ് ഉപയോഗിച്ചിട്ടാണ് മുഖം കഴുകണത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ സോപ്പ് നിർത്തിയപ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് കണ്ടു തുടങ്ങി. അതായത് മുഖം ഭയങ്കര ഡ്രൈ ആവണതൊക്കെ കുറഞ്ഞു, പിന്നെ പിമ്പിൾസ് വരണതൊക്കെ കുറഞ്ഞു. നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഫേസ് വാഷ് ഹിമാലയയുടെ ഫേസ് വാഷ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും അത് തന്നെയായിരിക്കും യൂസ് ചെയ്തേക്കണേ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾ വന്നു. പിന്നെ എനിക്ക് ഹിമാലയ ബ്രാൻഡിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ ഫേസ് വാഷ് നിർത്തി. പിന്നെ ഞാൻ ഈ ബാംഗ്ലൂരൊക്കെ പോയി, +2 കഴിഞ്ഞ് ബാംഗ്ലൂരൊക്കെ പോയപ്പോഴാണ് ഞാൻ ഈ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഫേസ് വാഷ്, സിറം, സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക് എല്ലാം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ ബാംഗ്ലൂർ പോയിട്ടാണ് കേട്ടോ. അതായത് അപ്പോഴാണ് ഒരു ബോധമൊക്കെ വന്നു തുടങ്ങിയത്. സ്കിൻ കെയർ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായത് അപ്പോൾ തൊട്ടാണ്. അപ്പോൾ ഞാൻ കുറേ അധികം ഇങ്ങനെ യൂസ് ചെയ്ത് കുറേ ബ്രാൻഡുകൾ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എൻ്റെ സ്കിന്നിന് മാച്ച് ആവുന്നതെന്ന് തോന്നിയത് ഞാൻ റീപർച്ചേസ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ തോന്നി ഞാൻ അവസാനം കണ്ടുപിടിച്ച ഒരു ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. എനിക്ക് എന്തായാലും നല്ല എഫക്റ്റീവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റണ ടൈപ്പ് ഒരു റുട്ടീനാണ്. ഇപ്പം മടിയന്മാർക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫേസ് വാഷ് കാണാം. അപ്പോൾ ഫേസ് വാഷ് കെമിസ്റ്റഡ് പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഇത് ഞാനൊരു 5ാമത്തെ ബോട്ടിലെങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട്. ബോട്ടിലല്ല, ഇതിനെന്താ പറയുക എനിക്കറിയില്ല. 5ാമത്തെ സംഭവമാണ് ഞാൻ വാങ്ങിക്കുന്നത്.
അഞ്ചാമത്തേന്ന് പറയുമ്പോൾ ഞാൻ കുറേ മാസങ്ങളായിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ. മാസമല്ല, ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി തോന്നുന്നു. ഇത് 1.5% സാലിസിലിക് ആസിഡ് പ്ലസ് നിയാസിനമൈഡ് പ്ലസ് സിക്ക. അപ്പോൾ ഇത്രയും കണ്ടൻ്റ് ആയിട്ടുള്ള സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഇതാണ് കേട്ടോ, ഫേസ് വാഷാണ്. ഇത് രാവിലെ ഒരു വട്ടം യൂസ് ചെയ്യണം, പിന്നെ നമ്മൾ വൈകുന്നേരവും യൂസ് ചെയ്യണം. ഞാൻ 2 വട്ടം യൂസ് ചെയ്യാറ്. ഈ ഒരു ഇത് എത്ര ml? 100 ml ആണ്. ഇത് നമുക്ക് 2 മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. 2 മാസം പക്ക നമുക്കത് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മുഖം ആദ്യം തന്നെ നനയ്ക്കും, എന്നിട്ട് വേഗം ഇത് തേച്ച് വേഗം കഴുകും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എനിക്ക് ഇത് അപ്പോൾ ഒരു യൂസില്ല. നമ്മൾ വെറുതെ കാശ് കളയണ പോലെയായി, വെറുതെ മുഖം ഇട്ടൊന്ന് ഇതാക്കി കഴുകിക്കളയണ പോലെ. അറ്റ്ലീസ്റ്റ് ഒരു 2-3 മിനിറ്റ് നമ്മൾ നല്ലോണം മസാജ് ചെയ്ത്, നമ്മൾ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് തരി പോലത്തെ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ജെല്ല് പോലത്തെ സംഭവം. അപ്പോൾ അതാണ് നമ്മുടെ ഫേസ് വാഷ്. അപ്പോൾ ഇതിന് എത്ര രൂപ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാൻ കാണിക്കണ ഒറ്റ പ്രൊഡക്ട്സും 500 രൂപയ്ക്ക് മുകളിലായിട്ടുള്ളതില്ല. അപ്പോൾ ഇതിന് വരുന്നത് 100 ml 189 രൂപയാണ് വരുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ റീപർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവട്ടെ. ഇത് മെയിനായിട്ട് ആഗ്നെ പ്രോൺ ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. എനിക്ക് നല്ലോണം പിമ്പിൾസ് വരണതിൻ്റെ, എനിക്ക് പീരിയഡ്സ് ആവുന്ന ടൈമിലൊക്കെ പിമ്പിൾസ് വരാറുണ്ട്. അതും നല്ല വലിയ പിമ്പിൾസ് വരാറുണ്ട്. അതൊക്കെ നല്ലോണം കുറഞ്ഞു. നല്ലോണം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു 100%-ൽ ഒരു 98%-ഉം എനിക്ക് ആ ഒരു പീരിയഡ്സിൻ്റെ ടൈമിൽ വരുന്ന പിമ്പിൾസിൻ്റെ പ്രശ്നമൊക്കെ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് വാങ്ങിച്ച് തയ്ക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുടെ അടുത്തൊക്കെ ഞാൻ വാങ്ങി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ തന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ജോലി സ്ഥലത്ത് ഒരു ചേച്ചിക്കൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫേസ് വാഷ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് സെറം യൂസ് ചെയ്യണം. സെറം ഇത് കെമിസ്റ്റൽ പ്ലേയുടെ തന്നെയാണ് കേട്ടോ. ഞാൻ തേക്കണത് ഈ സെറം അല്ല, ഞാൻ തേക്കണത് ഈ ഒരു സെറമാണ്. ഇത് കഴിഞ്ഞു. അപ്പോൾ ഈ സെറം ഭയങ്കര കോസ്റ്റ്ലിയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ വാങ്ങിച്ചപ്പോൾ 1000 സംതിങ് അങ്ങോട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഡെലിവറി ഇല്ല, നമ്മുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ഇല്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത് വാങ്ങിക്കാത്തത്. ഇത് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാങ്ങിച്ചതാണ്. എനിക്ക് 1 വർഷം കഴിഞ്ഞു. കുറച്ച് ഉപയോഗിക്കുള്ളൂ, കാരണം അത്രയും റേറ്റ് കൂടുതലായിരുന്നു. ഞാൻ കുറച്ച് ഉപയോഗിക്കുള്ളൂ. ഇപ്പം എനിക്ക് വാങ്ങിക്കാൻ ഞാൻ നോക്കി, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കി, പക്ഷെ ഡെലിവറി ഇങ്ങോട്ട് കാണിക്കുന്നില്ല. പിന്നെ എനിക്ക് പുതിയതായിട്ടൊരു സെറം ട്രൈ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഞാൻ വേറൊരു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സെറം ഞാൻ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ സെറം കെമിസ്റ്റൽ പ്ലേയുടെ തന്നെയാണ്, നിയാസിനമൈഡ് സെറാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖം ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് ഇവിടെ ഒരു തുള്ളി, 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 പിന്നെ കഴുത്തിൽ യൂസ് ചെയ്യുക. നല്ലോണം മസാജ് ചെയ്യുക. അപ്പോൾ രാവിലത്തെ AM റൂട്ടീനാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത്. ഫേസ് വാഷ് ഇട്ട് കഴുകുക, ഈ ഒരു സെറം യൂസ് ചെയ്യുക. പിന്നെ അടുത്ത മെയിൻ സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഈ ഒരു സൺസ്ക്രീന് ഇത് എൻ്റെ 3ാമത്തെ ബോട്ടിലാണ്, വിഷ്കെയറിൻ്റെ സൺസ്ക്രീൻ. ഇത് ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. നമുക്ക് ടാൻ അടിക്കുന്ന സംഭവങ്ങളൊക്കെ, അതായത് സൺ ടാൻ എന്ന് പറയുന്നത് ഒരു 90% നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വഴി കുറയ്ക്കാൻ പറ്റും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ. ഞാൻ അതിൻ്റെ ഡെർമാക്കോൻ്റെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡെർമാക്കോൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കൊന്ന് ചില സമയത്ത് നമുക്കൊരു ഒറ്റ മൈൻഡ് തോന്നി, ഇത് വാങ്ങിച്ച് നോക്കാൻ തോന്നിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്താട്ടോ. സോറി, ഞാൻ ഈ സെറത്തിൻ്റെ എമൗണ്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് 100 ml ആണ്. 100 ml ഇതിന് 227 രൂപയാണ് കേട്ടോ വരണേ. 100 ml 10 ml 227 രൂപ. ഇതും ഇത്തിരി കോസ്റ്റ്ലിയാണ്. പക്ഷേ നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാരിക്കൊരിയൊന്നും തേക്കേണ്ട. നമുക്ക് കുറച്ചൊക്കെ തേച്ചാൽ മതി. ഇങ്ങനെയെല്ലാം തേക്കണം, അത്രേ ഉള്ളൂ. അതാണ് ബിഗിനേഴ്സ് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ അതാണ് സിറത്തിനെ പറ്റി. പിന്നെ ഈ സൺസ്ക്രീൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിനാണ് ഇപ്പം 3 പ്രൊഡക്ട്സ് കാട്ടിയതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് നമ്മുടെ സൺസ്ക്രീനാണ്. സൺസ്ക്രീനും 359 രൂപയാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ. ഇതും കുറേ നാൾ ഉപയോഗിക്കാം. ഇതെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് സൺസ്ക്രീനാണ്. അപ്പോൾ നമുക്ക് കുറേ എടുത്ത് തേക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഞാൻ പറയുന്നത് ഇവിടെയും മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് എനിക്കൊരു സൺസ്ക്രീനൊക്കെ തേച്ച് തുടങ്ങണം, സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് വാങ്ങിച്ച് തേക്കാൻ ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സൺസ്ക്രീനാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഈ സൺസ്ക്രീനാണ് എനിക്ക് യൂസ് ചെയ്യാറ്. ചിലപ്പോൾ ഭാവിയിൽ മാറ്റും, അത് വേറെ കാര്യം. ചിലപ്പോൾ നമ്മൾ ഭാവിയിൽ നമുക്ക് പെയ്ഡ് പ്രൊമോഷനൊക്കെ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഓബ്വിയസ്ലി അത് ചെയ്താലേ പറ്റും. വെറുതെ അതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സൺസ്ക്രീൻ. അപ്പം ഈ 3 സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്താൽ മതി. ഈ ഒരു 3 സംഭവങ്ങൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾ പെട്ടെന്ന്, അതായത് ഒരാഴ്ച കൊണ്ടൊന്നും മുഖത്തിനൊരു ഗ്ലോ കിട്ടും, അല്ലെങ്കിൽ പിമ്പിൾസ് കുറയും, വെളുക്കും, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്തായാലും നടക്കാൻ പോകില്ല. എങ്ങനെ പോയാലും ഒരു 2-3 മാസം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 100% ഷുവറാണ് നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തീരുമാനിക്കാമല്ലോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. ഗേൾസിനും ബോയ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണം കേട്ടോ. അവിടെ എൻ്റെ ചേട്ടനും ശരിക്കും ഇത് അവൻ്റെ സെറാണ്, ഞാൻ തേക്കണത് മറ്റേതാന്ന് പറഞ്ഞത്. ഇത് അവൻ്റെ സെറ. അപ്പോൾ ഞാൻ ഇത് നല്ല സെറാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലമ്മിൻ്റെ യൂസ് ചെയ്യാം. പ്ലമ്മിൻ്റെയും റേറ്റ് കുറവാണ്, നല്ല സെറമാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നിയാസിനമൈഡിൻ്റെ ഒരു സെറം തേക്കുക അങ്ങനെ. അപ്പോൾ ഒരു ഫേസ് വാഷ്, ഒരു നിയാസിനമൈഡിൻ്റെ സെറം, ഒരു സൺസ്ക്രീൻ, വിഷ്കെയറിൻ്റെ സൺസ്ക്രീൻ അത് മസ്റ്റാണ്. അത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് മെയിൻലി ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ്. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ മാത്രം ട്രൈ ചെയ്താൽ മതി. പിന്നെ വേണ്ടവർ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ലോട്ടറി അടിച്ചാലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. എനിക്ക് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് അറിയാം. അതിനകത്ത് ലിങ്കുകൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നണത്. ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറ്റാവുന്നതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് അതിനകത്ത് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോ. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ നല്ലൊരു ഇതാണെന്ന് തോന്നിയിട്ട് ഞാൻ പറയണതാണ്. അതായത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇതുവരെ. നമ്മൾ സ്റ്റിൽ ഗ്രോയിങ് ആണ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സ്കിൻ കെയർ തുടങ്ങാത്തവരുണ്ടെങ്കിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സ്കിൻ കെയർ തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യാത്തതിൻ്റെ നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മുടെ മുഖത്തത് വിസിബിളായിരിക്കും. ഇപ്പോൾ തൊട്ട് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്കിൻ കെയർ മാത്രം, അതായത് ഈ മുഖവും കഴുത്തിലും മാത്രമാണ് ഞാൻ ഈ വക സാധനങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. കയ്യിലൊന്നും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങണം. ഇനി എനിക്ക് തുടങ്ങണം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് കെയർ ചെയ്യാറുണ്ട്. മുഖം ഈ ഒരു കഴുത്തൊക്കെ ഭാഗമൊക്കെ ഞാൻ ഈ ഒരു സംഭവമൊക്കെ തേക്കാറുണ്ട്. കയ്യിലൊന്നും ഞാൻ തേക്കാറില്ല കേട്ടോ. തേക്കായിരുന്നു, അത് ഓരോ മൂഡനുസരിച്ച്. അതും റെഗുലറായിട്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം അതും ഇനി തുടങ്ങണം. അങ്ങനെ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഹെയർ കെയർ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെയർ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് നല്ലൊരു എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് അധികം വൈകാണ്ട് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ മുമ്പ് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. ഇപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് 2 ട്യൂബ് ലൈറ്റ് ഉണ്ട്, അതിൽ വെളിച്ചാണ്, അത്രേ ഉള്ളൂ. ഞാൻ വേറെ ലിപ്സ്റ്റിക്ക് പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ലിപ്പിൻ്റെ കേസ് പറയേ വേണ്ട. എൻ്റെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്ത് എൻ്റെ ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറയണേ. എൻ്റെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ കറുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊരു പിങ്ക് ലിപ്സായിരുന്ന എൻ്റെ ലിപ്പിനെ ഞാൻ കൊന്നു എന്ന് പറയാം. അത്രയും നല്ല ഡാർക്കായി. ഇപ്പോൾ ഒന്ന് കയറി വരുന്നുള്ളൂ. ഒരു വീഡിയോ എന്ന് വെച്ചാൽ പിന്നീട് ഞാൻ വല്ല വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ.
ലിപ്സ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ലിപ് കെയർ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ആകെ കൂടി ഞാനൊരു ലിപ് ബാം പോലെ ഒരു സംഭവം തേക്കുന്നുണ്ട്. അത് 10 രൂപയുടെ ഒരു സാധനമാണ്. അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ എവിടെയെങ്കിലൊക്കെ ഞാൻ പറയും. അപ്പോൾ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. ഇങ്ങനെ സ്കിൻ കെയറിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എനിക്കറിയില്ല എന്ത് പറയണം എന്ത് പറയണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്താ, ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതും റീൽസ് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതേപോലെ തുടങ്ങിയതാണ്, വെറുതെ ഒരു ടൈം പാസിന് തുടങ്ങിയതാണ് ഈ യൂട്യൂബ്. അപ്പോൾ ഈ ചാനലിൽ ഞാൻ അങ്ങനെ ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് ആക്റ്റീവായിരുന്നു, ഡെയിലി വീഡിയോ ഇടാറുണ്ട്. ഇപ്പോൾ കുറച്ച് ആക്റ്റീവല്ല, കാരണം ജോലിക്ക് പോകാനും എനിക്ക് അത്ര സമയമൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഞായറാഴ്ച വരുമ്പോഴാണ് വീഡിയോസൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ മസ്റ്റാണ്. കാരണം വീഡിയോ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾ നല്ല ചാടി ഓടിപ്പോയി കാണണം കേട്ടോ. അപ്പോൾ ഓക്കെ, എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ആൾ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്കൊരു ഒരു 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 ത്വരയാണ് എനിക്കത് കാണാനായിട്ട്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ 10,000 വട്ടം കണ്ടിട്ട് എനിക്ക് മടുത്ത വീഡിയോ ആയിരിക്കും. പക്ഷെ എന്നാലും യൂട്യൂബിൽ വരുമ്പോൾ കാണാനായിട്ടൊരു ഒരു 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 ഇതാണല്ലോ. അപ്പം അങ്ങനെ. പിന്നെ ഫസ്റ്റ് ലൈക്ക് എൻ്റെ ആയിരിക്കും. ആകെ 5 ലൈക്കുള്ളൂ, 5 വ്യൂസും 10 വ്യൂസും 5 ലൈക്കുള്ളൂ. അതിൽ ഫസ്റ്റ് ലൈക്ക് എൻ്റെ ആയിരിക്കും, ഫസ്റ്റ് വ്യൂസും എൻ്റെ ആയിരിക്കും. അപ്പം അങ്ങനെ. അപ്പോൾ എല്ലാവരും കാണുക, വീഡിയോ കണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിക്കുക, സ്കിൻ കെയർ തുടങ്ങുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ആവാം. ഓക്കെ, ബൈ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. തരാം.